സംസ്കൃതിയുടെ UGC നെറ്റ് ഇംഗ്ലീഷ് ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് ഗ്രീക്കോ റോമൻ പീരീഡ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം ഈ ഒരു ഗ്രീക്കോ പീരീഡിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള അതിന്റെ ഒരു ഹിസ്റ്ററി മാത്രം പറയുകയാണ്. ഗ്രീക്കോ പീരീഡിൽ ആർക്കേക്, ക്ലാസിക്കൽ, ഹെലനിസ്റ്റിക് എന്നായിട്ട് മൂന്നായിട്ട് ഈ ഒരു പീരീഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആർക്കേക് പീരീഡിന് മുൻപ് അതൊരു ഡാർക്ക് ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇറ്റ് വാസ് മാർക്ഡ് ബൈ ഇഗ്നറൻസ്, ഇൻജസ്റ്റിസ്, ഇത്തരം കാര്യങ്ങൾ പ്രിവെയിൽ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു ആർക്കേക് പീരീഡ് എന്ന് പറയുന്നത്. പിന്നീട് ക്ലാസിക്കൽ പീരീഡ് 5th to 4th സെഞ്ചുറി. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാജഡിയും കോമഡിയും ഒക്കെ എമർജ് ചെയ്യുന്നത്, ഗ്രീക്ക് തിയേറ്റർ എമർജ് ചെയ്യുന്നത്. ഈസ്കിലസ്, സൊഫോക്കിൾസ്, അരിസ്റ്റോഫെയിൻ, മിനാൻഡർ, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ പോലുള്ള റൈറ്റേഴ്സ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. പിന്നീട് ഹെലനിസ്റ്റിക് പീരീഡ്, അത് തുടങ്ങുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ടൈമോട് കൂടിയാണ് ഹെലനിസ്റ്റിക് പീരീഡ് ആരംഭിക്കുന്നത്. പിന്നീട് 146 BC ആ ഒരു കാലഘട്ടത്തിൽ ഗ്രീസിന് റോമൻ അനക്സേഷൻ നടക്കുന്നുണ്ട്. അവിടെ അങ്ങനെയാണ് റോമൻ പീരീഡ് തുടങ്ങുന്നത്. പിന്നീട് ഭരണത്തിലേക്ക് ഫസ്റ്റ് ട്രയംവിറേറ്റ്, സീസർ, പോംപെ, ക്രേഷ്യസ് ഇവരൊക്കെ ഫസ്റ്റ് ട്രയംവിറേറ്റ് ആയിട്ട് ഫോം ചെയ്തു. പിന്നീട് സെക്കൻഡ് ട്രയംവിറേറ്റ് വരുന്നുണ്ട് അവിടെ. അങ്ങനെ റോമൻ പീരീഡ് തുടങ്ങുകയും റോമൻ ക്ലാസിസം ഫ്ലറിഷ് ചെയ്യുകയും ചെയ്ത ഒരു പീരീഡാണ്, ഫ്ലറിഷ് ചെയ്യുകയും ചെയ്യാണ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു റോമൻ റൈറ്റേഴ്സ് ആയിട്ട് ഹൊറേസ്, ഒവിഡ്, പ്ലോട്ടസ്, ടെറൻസ് പോലുള്ള റൈറ്റേഴ്സ് വരികയും റോമൻ ക്ലാസിസം ഫ്ലറിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. Alcestis is an Athenian tragedy written by Euripides, Ovid, Boccaccio, Plutarch. അഥേനിയൻ ട്രാജഡി എന്ന് പറയുന്നത് ഏതൻസിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു ഫോം ഓഫ് ഡ്രാമയാണ്. 6th സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിലാണ് അഥേനിയൻ ട്രാജഡി എമർജ് ചെയ്യുന്നത്. പ്ലോട്ട്സ് ഗ്രീക്ക് മിത്തോളജീനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അഥേനിയൻ ട്രാജഡീന്റെ പ്ലോട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആൽസിസ്റ്റസ് എന്നുള്ളത് ഒരു അഥേനിയൻ ട്രാജഡിയാണ്. അത് എഴുതിയിട്ടുള്ളത് യൂറിപ്പിഡസിന്റെ വർക്കാണ് ആൽസിസ്റ്റസ് എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് അഥേനിയൻ ട്രാജഡികൾ, എസ്കിലസിന്റെ പ്രൊമിത്യസ് ബൗണ്ട്, ദ പേർഷ്യൻസ്, 7 അഗെയിൻസ്റ്റ് തേബ്സ് പോലുള്ള പ്ലേ ഒക്കെ അഥേനിയൻ ട്രാജഡീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അഥേനിയൻ ട്രാജഡി എ സ്റ്റഡി ഇൻ പോപ്പുലർ ആർട്ട് ഇസ് എ വർക്ക് റിട്ടൺ ബൈ മൈക്കിൾ ബുട്ടോർ, ലൂയിസ് റോസൻബ്ലാറ്റ്, ഷൊഷന്ന ഫെൽമാൻ, തോമസ് ഡ്വൈറ്റ് ഗുഡൽ. അഥേനിയൻ ട്രാജഡി എ സ്റ്റഡി ഇൻ പോപ്പുലർ ആർട്ട്. ഈ ഒരു വർക്കില് അഥേനിയൻ ട്രാജഡിന്റെ ഹിസ്റ്ററിയും അതിനൊരു കൾച്ചറൽ സിഗ്നിഫിക്കൻസും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ വർക്ക് ആരാണ് എഴുതിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥേനിയൻ ട്രാജഡി എ സ്റ്റഡി ഇൻ പോപ്പുലർ ആർട്ട് ഇസ് റിട്ടൺ ബൈ തോമസ് ഡ്വൈറ്റ് ഗുഡൽ ആണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത്. അടുത്തതാണ് തീബൻ ട്രിലജി. തീബൻ ട്രിലജി ഇസ് ബൈ ഹെറോഡോട്ടസ്, ഏസ്കിലസ്, ഹിസിയോഡ്, സോഫക്കിൾസ്. തീബൻ ട്രിലജി എഴുതിയിട്ടുള്ളത് സോഫോക്കിൾസിന്റെ വർക്കാണ് തീബൻ ട്രിലജി എന്ന് പറയുന്നത്. ഈ ഒരു ട്രിലജിയിൽ വരുന്ന 3 വർക്ക് ഇതൊക്കെയാണ്: ഇഡിപ്പസ് ദ കിങ്, ഇഡിപ്പസ് അറ്റ് കൊളോണസ്, ആന്റിഗോൺ. ഈ 3 വർക്കാണ് തീബൻ ട്രിലജിയിൽ വരുന്നത്. സോഫക്കിൾസിന്റെ ഈ 3 വർക്കും അറിയപ്പെടുന്നത് തീബൻ ട്രിലജി. തീബൻ എന്നുള്ള പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു തീബൻ ട്രിലജി എക്സ്പ്ലോർ ചെയ്യുന്നത് തീബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസിലുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ആ ഒരു തീബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഫെയ്റ്റിനെ കൺസേൺ ചെയ്തിട്ടാണ് തീബൻ ട്രിലജി പ്രധാനമായിട്ടും സെൻറ്റർ ചെയ്തിട്ടുള്ളത്. കിങ് ഇഡിപ്പസിന്റെ റെയിന് ശേഷം എങ്ങനെയാണ് തീബ്സിന്റെ ഫെയ്റ്റ് എന്നുള്ളതാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുമായിട്ട് കൺസേൺ ആയിട്ടുള്ളതുകൊണ്ടാണ് തീബൻ ട്രിലജി എന്നറിയപ്പെടുന്നത്. ഇഡിപ്പസ് ദ കിങ്, ഇഡിപ്പസ് അറ്റ് കൊളോണസ്, ആന്റിഗോൺ. ഇത് 3ആണ് തീബൻ ട്രിലജിയിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇഡിപ്പസ് ദ കിങ്, ഇഡിപ്പസ് റെക്സ് എന്ന ടൈറ്റിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇതിൽ നമുക്കറിയാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഇഡിപ്പസ് റെക്സിൻ്റെത്. ഇഡിപ്പസ് നമുക്കറിയാം ലേസ് ആൻഡ് ജൊക്കാസ്ത. ലേസ് ആണ് കിങ്, ജൊക്കാസ്ത ആണ് ക്യൂൻ. ഇവരാണ് തീബ്സിന്റെ കിങ്ങും ക്യൂനും ആണ് ലേസും ജൊക്കാസ്തയും. അവരുടെ മകനായിട്ടാണ് ഇഡിപ്പസ് ജനിക്കുന്നത്. ജനന സമയത്ത് തന്നെ ഒരു ഒറാക്കിൾ പ്രൊഫസൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഇഡിപ്പസ് എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ ഫാദറിനെ കൊല്ലുകയും അമ്മയെ വിവാഹം കഴിക്കുകയും, ഹി വിൽ കിൽ ഹിസ് ഫാദർ ആൻഡ് മാരി ഹിസ് മദർ എന്നുള്ള ഒരു പ്രൊഫസി നടക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഫസി പേടിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഡിപ്പസിന്റെ പാരന്റ്സ് ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ കുട്ടിയെ കൊല്ലാണ്ട് ഒരു ചൈൽഡ്ലെസ് കപ്പിൾ ഈ കുട്ടീനെ ഏറ്റെടുക്കുന്നുണ്ട്.
പിന്നീട് ഇഡിപ്പസ് വളർന്നു വലുതാകുകയും ഈ ഒരു സമയത്ത് ഈ ഒരു പ്രൊസസിനെ പറ്റി ഇഡിപ്പസ് അറിയാൻ ഇടയാവുന്നുണ്ട്. പിന്നീട് വേറൊരു ദിവസം ഒരാളുമായിട്ട് ഇഡിപ്പസ് ക്വാറൽ ചെയ്യുകയും അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കൊന്നത് ഒരു രാജാവിനെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം പിന്നീടാണ് മനസ്സിലാവുന്നത് കൊന്നിട്ടുണ്ടായിരുന്നത് ഇഡിപ്പസ് കൊന്നത് തന്റെ അച്ഛനായ ലെയ്സിനെയും കല്യാണം കഴിച്ചത് ജൊക്കാസ്തെ തന്റെ അമ്മയെയാണ് വിവാഹം കഴിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ട്. Then when the truth is revealed, Jocasta kills herself and Oedipus blinds himself. അതാണ് ഈ ഒരു പ്ലോട്ടിന്റെ അവസാനം നടക്കുന്ന കാര്യം. സോ അതാണ് ഇഡിപ്പസ് റെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തീബൻ ട്രിലജിയുടെ ഫസ്റ്റ് പാർട്ട് അതാണ്. ആൻഡ് രണ്ടാമത്തത് വരുന്നത് ഇഡിപ്പസ് അറ്റ് കൊളോണസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ്. ഇതിൽ ഇഡിപ്പസിന്റെ ഒരു ഒരു ട്രാജിക് ലൈഫ് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇഡിപ്പസ് അറ്റ് കൊളോണസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. മൂന്നാമത്തെ ട്രിലജിന്റെ നമ്മൾ പറഞ്ഞു ആന്റിഗോൺ ആണ്. ഇതില് ജൊക്കാസ്തയുടെയും ഇഡിപ്പസിന്റെയും ഡോട്ടറിന്റെ സ്റ്റോറിയാണ്. ആന്റിഗോൺ ഇവരുടെ ഡോട്ടറാണ്. ഇവരുടെ സ്റ്റോറിയാണ് ആന്റിഗോൺ എന്ന് പറഞ്ഞ വർക്കിലൂടെ പറയുന്നത്. ആൻഡ് ആന്റിഗോൺ ഹാഡ് എ ടഫ് ഡിസിഷൻ ടു മേക്ക്. ഒന്നില്ലെങ്കിൽ ഈ ഒരു ഇവരുടെ ബ്രദറിന്റെ ബോഡി എന്ത് ചെയ്യണം, അൺബെറീഡ് ആയിട്ട് സിറ്റി വാൾസ് പുറത്ത് സിറ്റിയിൽ നിൽക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, വൈൽഡ് ആനിമൽസിന് അങ്ങനെ ആ ഒരു അൺബെറീഡ് ആയിട്ട് ഈ ഒരു ഡെഡ് ബോഡി നിൽക്കുന്ന സമയത്ത് അത് വൈൽഡ് ആനിമൽസിന് എക്സ്പോസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബെറി ചെയ്യണം. ഈ ഒരു ഡെഡ് ബോഡി ബെറി ചെയ്യാൻ പറ്റും. ആൻഡ് ഷീ നീഡ് ടു ഫേസ് ഡെത്ത് എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ഈ ഒരു രണ്ട് ചോയ്സിന്റെ ഇടയിൽ നിന്ന് ആന്റിഗോൺ ഈ ഡെഡ് ബോഡി ബെറി ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ആൻഡ് ഫൈനലി സൂയിസൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ആന്റിഗോൺ എന്ന് പറഞ്ഞ വർക്കിൽ പ്ലോട്ടായിട്ട് വരുന്നത്. So Theban trilogy is by Sophocles. Prometheus bound is attributed to, just try ചെയ്ത് നോക്കാം, ആൻസർ ചെയ്ത് നോക്കാം. Prometheus bound is attributed to, യെസ്, എസ്കിലസിനാണ് പ്രൊമിത്യസ് ബൗണ്ട്. ഇതൊരു എസ്കിലസ് ചെയ്തിട്ട് ഒരു ഗ്രീക്ക് ട്രാജഡിയാണ്. ഒരു ഗ്രീക്ക് മിത്തോളജിക്കൽ ഫിഗർ ആയിട്ടുള്ള പ്രൊമിത്യസിനെ പറ്റി തന്നെയാണ് ഈ ഒരു പ്രൊമിത്യസ് ബൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ സെയിം ടൈപ്പ് ചെറിയൊരു മാറ്റം. പ്രൊമിത്യസ് അൺബൗണ്ട് ആരുടെ വർക്കാണെന്നറിയോ? പ്രൊമിത്യസ് അൺബൗണ്ട് 1820 പബ്ലിഷ് ചെയ്ത ഒരു ലിറിക്കൽ ഡ്രാമയാണ്. അത് എഴുതിയിട്ടുള്ളത് പി ബി ഷെല്ലിന്റെ വർക്കാണ്. അതും ഗ്രീക്ക് മിത്തോളജിക്കൽ ഫിഗർ ആയിട്ടുള്ള പ്രൊമിത്യസിനെ പറ്റി തന്നെയുള്ള വർക്കാണ് പ്രൊമിത്യസ് അൺബൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ദ സോൾ ഓഫ് ട്രാജഡി ഈസ് തോട്ട്, ക്യാരക്ടർ, plot, spectacle. The soul of tragedy is plot. Yes, plot ആണ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് the soul of tragedy is plot എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അരിസ്റ്റോട്ടിൽ പറയുന്നത് പ്ലോട്ട് ഇസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഹ്യൂമൻ ആക്ഷൻ എന്നാണ് പ്ലോട്ടിനെ പറ്റി പറയുന്നത്. രണ്ട് രീതിയിൽ പ്ലോട്ടിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് എന്ന രീതിയിൽ ഒരു കാറ്റഗറൈസേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സോ ദ സോൾ ഓഫ് ട്രാജഡി ഈസ് പ്ലോട്ട്. The Iliad deals mainly with the fighting between Castor and Pollux, Agamemnon and Achilles, Bellerophon, Hercules, Achilles and Perseus. Yes, Agamemnon and Achillesന്റെ ഒരു ഫൈറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇലിയഡ് ഡീൽ ചെയ്യുന്നത്. ഇലിയഡിൽ 24 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഡക്റ്റിലിക് ഹെക്സാമീറ്ററിലാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ഇത് ഒരു ഇലിയഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രോജൻ വാറിന്റെ അവസാനത്തെ ഒരു ഭാഗമാണ് ഇലിയഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അഗമനൻ നമുക്കറിയാം കിങ് ആണ്. അക്കിലസ് ഒരു ട്രോജൻ വാറിന്റെ ഒരു ഹീറോ ആണ് അക്കിലസ് എന്ന് പറയുന്നത്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഇലിയഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അക്കിലസിന്റെ കാര്യം പറയുമ്പോൾ അക്കിലസ് ഹീൽ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രേസ് ഉണ്ടല്ലോ, അത് കോയിൻ ചെയ്തിട്ടുള്ളത് കോളറിഡ്ജ് ആണ്. ഒരാളുടെ ഒരു വീക്ക്നെസ്സിനെയോ ഇറ്റ് പോയിന്റ്സ് ഔട്ട് എ വീക്ക്നെസ് ദാറ്റ് ക്യാൻ ലീഡ് ടു ഡൗൺഫാൾ. അതാണ് എന്ത് ചെയ്യുന്നത് അക്കിലസ് ഹീൽ എന്ന് പറഞ്ഞിട്ടുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ അക്കിലസിനെ പറഞ്ഞതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അത് കോളറിഡ്ജ് ആണ് കേട്ടോ അത് കോയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ ഫാദർ ഓഫ് ട്രാജഡി? സി, ഓപ്ഷൻ സി. എസ്കിലസ് ആണ് ഫാദർ ഓഫ് ട്രാജഡി എന്നറിയപ്പെടുന്നത്. ഫ്ലേവിയസ് ഫിലോസ്ട്രാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോസഫർ ആണ് എസ്കിലസിനെ ഇത്തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. എസ്കിലസ് ഫാദർ ഓഫ് ട്രാജഡി എന്നറിയപ്പെടാനുള്ള ഒരു കാരണം, ആദ്യമായിട്ട് ഒരു ജോണർ ഓഫ് ട്രാജഡി പോപ്പുലറൈസ് ചെയ്യുന്നത് എസ്കിലസ് ആണ്.
മാത്രമല്ല ട്രാജിക് ഡ്രാമയുടെ ഒരു ബേസിക് റൂൾസ് ഒക്കെ കോഡിഫൈ ചെയ്തതും നമുക്ക് അറിയാം ഐഎസ്കിലസ് തന്നെയാണ്. ആ ഒരു ബിഗിനിങ്ങും പിന്നെ അതിന്റെ ഒരു ബേസിക് റൂൾസ് ഒക്കെ കോഡിഫൈ ചെയ്തിട്ടുള്ളതും എസ്കിലസ് തന്നെയാണ്. ഫാദർ ഓഫ് ട്രാജഡിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം എസ്കിലസ് തന്നെയാണ്. ഈ ഒരു ട്രിലജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ട്രിലജിനെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ട്രിലജി എന്ന് പറഞ്ഞൊരു സംഭവം ഇൻവെന്റ് ചെയ്തതും ആദ്യമായൊക്കെ കൊണ്ടുവന്നതും എസ്കിലസ് തന്നെയാണ്. എസ്കിലസിന്റെ ഒരു ട്രിലജി ഉണ്ട്, ദ ഒറസ്റ്റിയ, 3 വർക്ക്, അഗമനൻ, ദ ലിബേഷ്യൻ ബ്രദേഴ്സ്, യുമിനിഡസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 വർക്ക്. അഗമനൻ, ദ ലിബേഷ്യൻ ബ്രദേഴ്സ്, യുമിനിഡസ്, ഈ ഒരു 3 വർക്ക് ഉണ്ട്. എസ്കിലസ് ആണ് ഈ ഒരു ട്രിലജി ഇൻവെന്റ് ചെയ്തതിന്റെ ഒരു ക്രെഡിറ്റും കൂടെ എസ്കിലസിന് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അനക്നോറിസിസ് ഇസ് എ ടേം യൂസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ ഫോർ ഡിസ്ക്രൈബിംഗ് the moment of discovery by the protagonist, the reversal of fortune for the protagonist, the happy resolution of the plot, the convergence of the main plot and the subplot. Anacnoresis. Anacnoresis, the moment of discovery by the protagonist ഏതന്നെയാണ്. അരിസ്റ്റോട്ടിലാണ് അനക്നോറസിസും പിന്നെ പെരിപ്പിറ്റിയ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട്. ഇത് പോയറ്റിക്സ് എന്ന് പറഞ്ഞ വർക്കിലാണ് ഈ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അനക്നോറസിസ് എന്ന് പറഞ്ഞാൽ ഒരു മൊമെന്റ് ഓഫ് ഡിസ്കവറി, പ്രൊട്ടഗോണിസ്റ്റിന് ഉണ്ടാവുന്ന ഒരു മൊമെന്റ് ഓഫ് ഡിസ്കവറി തന്നെയാണ്. പെരിപ്പിറ്റിയ അനക്നോറസിനൊപ്പം തന്നെ വരുന്ന ഒരു ഇതാണ് പെരിപ്പിറ്റിയ. ഇത് പറയുന്നത് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്നുള്ളതാണ് പെരിപ്പിറ്റിയ എന്ന് പറഞ്ഞാൽ. ഇതൊന്നുകൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മളിപ്പോ ഇഡിപ്പസ് റെക്സിന്റെ പ്ലോട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അതില് ഇഡിപ്പസ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് താൻ വിവാഹം കഴിച്ചത് ജൊക്കാസ്ത, തന്റെ അമ്മ തന്നെയാണ് വിവാഹം കഴിച്ചതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതൊരു മൊമെന്റ് ഓഫ് ഡിസ്കവറിയാണ് പ്രൊട്ടഗോണിസ്റ്റിന് ഉണ്ടാവുന്നത്. അത് അനക്നോറസിസ് എന്ന് പറയാം. ഇവിടെ ഈ ഒരു പ്ലോട്ടിൽ പെരിപ്പിറ്റിയ എവിടെയാന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ആളുകള്, ഒരു ചൈൽഡ്ലെസ് കപ്പിൾ, ഒരു ഷെപ്പേർഡ് കപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ ഇഡിപ്പസിനെ എടുത്ത് വളർത്തുന്നുണ്ട്. ഒരുപാട് കാലം ഇഡിപ്പസ് വിചാരിച്ചിരുന്നത് ഇവര് തന്നെയാണ് തന്റെ മദർ എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീടാണ് മനസ്സിലാവുന്നത് തീബ്സിന്റെ ക്യൂനായിട്ടുള്ള ജൊക്കാസ്തയാണ് തന്റെ മദർ എന്ന് മനസ്സിലാവുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ പ്രൊട്ടഗോണിസ്റ്റിന് ഉണ്ടാവുന്നുണ്ട്. അതാണ് പെരിപ്പിറ്റിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അനക്നോറിസിസ് ആൻഡ് പെരിപ്പിറ്റിയ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ പേർഷ്യൻസ് ഇസ് എ പ്ലേ ബൈ ഒവിഡ്, സാഫോ, അരിസ്റ്റോഫൻ, എസ്കിലസ്. എസ്കിലസിന്റെ തന്നെ ഒരു വർക്കാണ് പേർഷ്യൻസ് പറഞ്ഞിട്ടുള്ള